السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين. UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ സമാദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഭ്യുദയകാംക്ഷികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വേദി വിട്ടുപിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുത്തു തന്ന് ശുദ്ധീകരിച്ച് മഹാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ അഥവാ ISM ഒരു ക്യാമ്പയിനിന് തുടക്കമിട്ടിരിക്കുകയാണ്. കണ്ണൂരിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് മെയ് മാസത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കുകയാണ്. മതം ഗുണകാംക്ഷയാണ് എന്നതാണ് ഈ ക്യാമ്പയിനിൻ്റെ ജനങ്ങളിൽ ഉത്ബുദ്ധരാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതിപാദ്യ വിഷയം. അത് സംബന്ധമായ ഏതാനും ചില കാര്യങ്ങൾ മാത്രം എൻ്റെ സഹൃദയരായ ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മതം ഗുണകാംക്ഷയാണ് എന്ന ഏറ്റവും വലിയ ആശയം നമുക്ക് പകർന്നു തന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്താണ് ആ പറയുന്നതിൻ്റെ ചുരുക്കത്തിലുള്ള ഉദ്ദേശം? ദീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും നന്മ വരാൻ ആവശ്യമായ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും
നന്മയും അതുപോലെ തന്നെ രക്ഷയും മോക്ഷവുമൊക്കെ ലഭിക്കാൻ ആവശ്യമായ നിയമങ്ങളുടെ സമാഹാരമാണ് അള്ളാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാം. അതുമാത്രമാണ് അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നിട്ടുള്ള ദീൻ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുപോലെ ഖുർആൻ പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. വിശദീകരിക്കേണ്ടതില്ല, വളരെ സുവ്യക്തമാണ് ആ രണ്ട് വചനങ്ങളും. മാനവ സമൂഹത്തിൻ്റെ മുഴുവൻ മോചനത്തിന്, മോക്ഷത്തിന്, രക്ഷയ്ക്ക് നിദാനമായ ഒരേ ഒരു തത്വശാസ്ത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാമാണ്. മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും നിയമങ്ങൾക്ക് മനുഷ്യരെ നിങ്ങൾക്കിതാ ശാശ്വതമായ രക്ഷയും സമാധാനവും ഞങ്ങൾ ഓഫർ ചെയ്യുന്നു എന്ന് പറയാൻ ധൈര്യമില്ല, പറയാനൊട്ട് സാധ്യവുമല്ല. കാരണം ഏതൊരു പ്രത്യയശാസ്ത്രങ്ങളും തുടക്കം കുറിച്ച മണ്ണിൽ തന്നെ ഖബറടക്കപ്പെട്ട ചരിത്രമാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളത്. അതേ അവസരത്തിൽ ത്രികാലജ്ഞാനിയായ ഭൂതഭാവി വർത്തമാനങ്ങളെ സംബന്ധിച്ച് ഒരുപോലെ അറിയുന്ന ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവുമെല്ലാം ഒരുപോലെ അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായ നിയമങ്ങൾ കാലഹരണപ്പെട്ടു പോകുന്നതല്ല, ഏതെങ്കിലും കാലത്തിന് യോജിക്കാത്തതല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾക്ക് മാത്രമേ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ രക്ഷയും മോക്ഷവുമൊക്കെ വാഗ്ദാനം ചെയ്യുവാൻ ധൈര്യമുള്ളൂ, സാധിക്കുകയുള്ളൂ എന്നതാണ് നാം ആദ്യമായി ഈ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മതം ഗുണകാംക്ഷയാണ് എന്ന് പറയുമ്പോൾ മതവിശ്വാസികൾ മുഴുവനും ഗുണകാംക്ഷികളായിരിക്കണം. ഇസ്ലാം ഗുണകാംക്ഷയാണെങ്കിൽ ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന സർവ്വമനുഷ്യന്മാരും സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും നന്മ വരണം എന്ന ചിന്തയുള്ളവരായിരിക്കണം. നിത്യസൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തിൽ എല്ലാ മനുഷ്യർക്കും ഇടം കിട്ടണേ, എല്ലാ മനുഷ്യരും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ സർവ്വമനുഷ്യരും കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയും ശാശ്വതമായ സൗഭാഗ്യത്തിൻ്റെ നികേതനമായ കേദാരമായ കേന്ദ്രമായ സ്വർഗീയ രാമത്തിൽ എത്തിപ്പെടുകയും ചെയ്യണം എന്ന നിഷ്കളങ്കമായ മാനസികാവസ്ഥ, ആ ഒരു ഗുണകാംക്ഷയാണ് സർവ്വമുഅ്മിനുകൾക്കും സർവ്വവിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് മനുഷ്യർക്ക് സന്മാർഗത്തിൻ്റെ ദർശനം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ള മഹാന്മാരായ അമ്പിയാക്കന്മാർ, ആ മഹത്തുക്കൾ മുഴുവനും ഏതൊരു കാലഘട്ടത്തിലേക്കാണോ ആ മഹാന്മാർ നിയോഗിതരായതെങ്കിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് വളരെയേറെ നിഷ്കളങ്കമായി വർത്തിച്ചവരാണ്, നിഷ്കളങ്കമായി ഇടപെട്ടവരാണ്, വളരെയേറെ ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടുകൂടി വിനീതരായിക്കൊണ്ട് പ്രവർത്തിച്ച മഹാന്മാരാണ്. നിങ്ങൾ നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകൻ ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാനവ സമൂഹത്തിൻ്റെ മോചനത്തിന് ആവശ്യമായ ശബ്ദം മനുഷ്യന്മാർ മുഴുവനും അവരുടെ ജീവിതത്തിൽ എത്ര തന്നെ തിരക്കുകളുണ്ടെങ്കിലും, എത്ര തന്നെ ജീവിതത്തിൽ അവർ ബിസിയാണെന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിലും കറകളഞ്ഞ് സുവ്യക്തമായ നിലയ്ക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ലോകം കണ്ട ഏറ്റവും നല്ലവനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അല്ലാഹു തആല നിർദ്ദേശിച്ച കാര്യം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണേ നബിയെ, നന്നായി മനസ്സിലാക്കണേ, നന്നായി പഠിക്കണേ. അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നന്നായി അറിഞ്ഞിരിക്കണം. അതാണ് സർവ്വപ്രവാചകന്മാരും ഈ ലോകത്തോട് പറഞ്ഞത്.
മനുഷ്യ, നിന്റെ മോചനത്തിന് നീ അറിയേണ്ടത് നിന്റെ റബ്ബിനെയാണ്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാതെ നിനക്കെന്ത് ദീനാണ്? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനെ അറിയലാണ്. അവൻ എത്ര വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, എത്ര വലിയ തിരക്ക് പിടിച്ച നേതാവാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിയാത്തവൻ ഇസ്ലാമികമായ വീക്ഷണത്തിൽ അവൻ ജാഹിലാണ്, അറിവില്ലാത്തവനാണ്, വിഡ്ഢിയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അതിലൂന്നി നിന്നുകൊണ്ട് തൻ്റെ ദഅവത്ത് പുരോഗമിപ്പിച്ചിട്ട് ആ ജനങ്ങൾക്കിടയിൽ ആത്മാർത്ഥതയോടുകൂടി വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചല്ലോ. പക്ഷേ ആ ജനങ്ങൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിക്കാനും പീഡിപ്പിക്കാനും ദ്രോഹിക്കാനും പുച്ഛിക്കാനും പരിഹസിക്കാനും ഒക്കെ തയ്യാറായി. ആ ഘട്ടത്തിലതാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് പറയുകയാണ്, നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് തൻ്റെ വേദന പറയുകയാണ്. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅൻസഹു ലക്കും വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, എൻ്റെ രക്ഷിതാവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സത്യത്തിൻ്റെ സന്ദേശങ്ങൾ ഇതാ ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. അതെത്തിച്ചു തരുന്നതിൽ എനിക്ക് ഭൗതികമായ താല്പര്യങ്ങളില്ല. അത് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളെ വെറുത്തിട്ടല്ല, നിങ്ങളോടാരോടും വിദ്വേഷമുണ്ടായിട്ടല്ല, നിങ്ങളോടാരോടും പകയുണ്ടായിട്ടല്ല. നിങ്ങളൊക്കെ ഒരുമയോടെ ജീവിക്കുന്ന ഈ നാട്ടിൽ നിങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കണം എന്ന ദൂഷിച്ച ചിന്തയും എനിക്കില്ല. നൂഹ് അലൈഹിസ്സലാം പറയുന്നു, ഞാൻ നിങ്ങളോട് ഈ സത്യത്തിൻ്റെ സന്ദേശം പറയുന്നത് വഅൻസഹു ലക്കും, നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷയോടെയോടുകൂടെയാണ് ജനങ്ങളെ. ഞാൻ നിങ്ങളോട് നസീഹത്തിൻ്റെ മനസ്ഥിതി ഉള്ളവനാണ്. നിങ്ങൾക്ക് ഗുണം വരാനാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. അത് നിങ്ങളോട് പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കെന്താണ് യോഗ്യത? നിങ്ങൾക്ക് കിട്ടാത്ത പല അറിവുകളും ജനങ്ങളെ എനിക്ക് കിട്ടുന്നുണ്ട്. വഅഅലമു മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ജനങ്ങളെ. മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ മോക്ഷത്തിൻ്റെ മാർഗങ്ങളെപ്പറ്റി അറിവുള്ളവരല്ല, നിങ്ങൾ രക്ഷയുടെ നിദാനങ്ങളെപ്പറ്റി പഠിച്ചവരല്ല. അത് പഠിച്ചറിഞ്ഞുകൊണ്ട് വിനയത്തോടെ നിങ്ങളുടെ ഒരു സഹോദരനായി നിങ്ങളോട് ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടുകൂടി എൻ്റെ റബ്ബിൻ്റെ സന്ദേശം ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. നോക്കൂ, നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് ഗുണകാംക്ഷയാണ് കാണിച്ചത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും അതേ അധ്യായം സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു, ആ പ്രവാചകനും ജനങ്ങളോട് സങ്കടത്തോടെ പറയുന്നു, ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ. ഞാനിതാ എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. വഅന, ഞാൻ ലക്കും നിങ്ങൾക്ക് ജനങ്ങളെ, നാസിഹുൻ അമീൻ, ഗുണകാംക്ഷയുള്ള മനുഷ്യനാണ്. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. ഞാൻ നിങ്ങളെ ചതിക്കാൻ പറയുന്നതല്ല. ഞാൻ നിങ്ങളോടെന്തു പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ വഞ്ചിക്കാനല്ല. നിങ്ങളെ ആഖിറം രക്ഷപ്പെടാനാണ്, നിങ്ങൾക്ക് ഈ ലോകത്തും രക്ഷ കിട്ടാനാണ്, മരണാനന്തര ജീവിതത്തിലും മോക്ഷം കിട്ടാനാണ്. അങ്ങനെ ഗുണമേ നിങ്ങളോട് ഞാൻ എന്തു പറയുമ്പോഴും എൻ്റെ മനസ്സിലുള്ളൂ എന്ന് ഹൂദ് അലൈഹിസ്സലാമും വിവരിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, അതേ അധ്യായം 79-ാമത്തെ ആയത്തിൽ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് സങ്കടത്തോടെ ആ ജനങ്ങളോട് അദ്ദേഹം പറയുന്നത്, ഖുർആൻ പറയുന്നുണ്ട്, താൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായി തന്നെ ജനങ്ങൾ നീങ്ങുകയും ആ കൃത്യമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക് വിഘ്നം വരുന്ന നിലക്ക് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ സാലിഹ് അലൈഹിസ്സലാം അവരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, ഫതവല്ലാ അൻഹും, അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു ആ മഹാനായ പ്രവാചകൻ. എന്നിട്ട് തൻ്റെ സങ്കടം ആ ജനതയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുക്കും റിസാലത റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സന്ദേശം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വനസഹ്തു ലക്കും, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ മാത്രമേ വെച്ച് പുലർത്തിയിട്ടുള്ളൂ. വലാക്കിൻ, പക്ഷേ ഞാൻ നിങ്ങളോട് എത്ര വിനീതമായി പെരുമാറിയിട്ടെന്താണ്, ഞാൻ നിങ്ങളോട് എത്ര ഗുണകാംക്ഷയോടെ പറഞ്ഞിട്ടെന്താണ്,
നിങ്ങളുടെ സ്വഭാവം ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, സത്യം ഉപദേശിക്കുന്നവരെ നിങ്ങൾക്ക് കണ്ടുകൂടല്ലോ, സത്യം വിവരിക്കുന്നവർക്ക് നിങ്ങൾക്ക് കണ്ടുകൂടല്ലോ, സത്യത്തിന്റെ ഉപദേഷ്ടാക്കളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അതല്ലേ നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റെന്ന് ആ മഹാനായ പ്രവാചകനും പരിതപിക്കുകയാണ്. അതേ അധ്യായം തന്നെ 93-ാമത്തെ ആയത്തിൽ കേൾക്കൂ. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം അതാ മദിയൻ ഗോത്രക്കാരോടും പറയുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. വഖാല, ആ നബിയും പറയുകയാണ്, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുക്കും റിസാലത റബ്ബി, നേരത്തെ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതുപോലെ അദ്ദേഹവും പറയുകയാണ്, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് റബ്ബിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു തന്നില്ലയോ? വനസഹ്തു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയോടുകൂടി ഉപദേശങ്ങൾ നടത്തിയില്ലയോ? പക്ഷേ ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, അവിശ്വാസികളായ ഒരു ജനതയുടെ പേരിൽ ഞാൻ എന്തിനു ദുഃഖിക്കണം? എനിക്ക് ദുഃഖിക്കാൻ വകുപ്പില്ല, എനിക്ക് ദുഃഖിക്കേണ്ടതില്ല. കാരണം ഞാൻ എൻ്റെ നാട്ടുകാരോട് പറയാഞ്ഞിട്ടല്ലല്ലോ, ഞാൻ എൻ്റെ നാട്ടുകാരോട് ഉപദേശിക്കാഞ്ഞിട്ടല്ലല്ലോ. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ മഹാന്മാരായ പ്രവാചകന്മാരെ നൂഹ് അലൈഹിസ്സലാമിനെയും ഹൂദ് അലൈഹിസ്സലാമിനെയും സ്വാലിഹ് അലൈഹിസ്സലാമിനെയും ശുഐബ് അലൈഹിസ്സലാമിനെയും ഒക്കെ ഉദാഹരണമായി പറഞ്ഞത്, ആ മഹാന്മാരായ പ്രവാചകന്മാരഖിലവും തങ്ങളുടെ ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദും ഞങ്ങൾ അല്ലാഹുവിങ്കൽ നിന്ന് നിയുക്തരായ റസൂലാണെന്ന റിസാലത്തും, ഓ ജനങ്ങളെ, നിങ്ങളോട് ഞങ്ങൾ പഠിപ്പിക്കുന്നത് മരണാനന്തരം നിങ്ങളുടെ ജീവിതമാകുന്ന ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടുകൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം ജനങ്ങളോട് സ്നേഹമുണ്ടായതുകൊണ്ട് ആ ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ പീഡനങ്ങളെയും പരിഹാസങ്ങളെയും ആ ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള സർവ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ മഹാന്മാരായ പ്രവാചകന്മാർ ഒട്ടും അമാന്തിക്കുകയുണ്ടായില്ല. അവരെല്ലാം സഹിച്ചു, അവരെല്ലാം ക്ഷമിച്ചു. കാരണം എന്താണ്? അവരുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? ജനങ്ങൾ നന്നാവണം, ജനങ്ങൾ നന്നാവണം, ജനങ്ങൾക്ക് നല്ല കാര്യം വരണം, ജനങ്ങളെല്ലാം രക്ഷപ്പെടണം. ഇതായിരുന്നു സർവ്വ അമ്പിയാക്കന്മാരുടെയും പ്രബോധന രീതി. ഇവിടെ സഹോദരന്മാരെ എന്താ മനസ്സിലാക്കിയത്? ദീനെന്ന് പറയുന്നത് ഗുണകാംക്ഷയാകുമ്പോ ആ ദീനിലെ ആളുകളും പ്രബോധകന്മാരും ഒക്കെ ഗുണകാംക്ഷികളായിരിക്കണം. പ്രബോധിതരെ തകർത്ത് കളയാനല്ല, പ്രബോധിത സമൂഹത്തെ ഏതെങ്കിലും നിലക്ക് വിദ്വേഷവും പകയും തീർക്കാനല്ല, മറിച്ച് അവരൊക്കെ നന്നാവട്ടെ, അവരൊക്കെയും രക്ഷപ്പെടട്ടെ, അവരാരും സ്വർഗത്തിൽ വരാതെ നരകത്തിയിൽ കിടന്നു പൊരിയുന്ന ഒരവസ്ഥയുണ്ടായിക്കൂടാ. ആ ഒരു ഗുണകാംക്ഷ നിർഭരമായ മനസ്സാണ് മുസ്ലിമിന് വേണ്ടത്. അതിനാണ് ദീൻ പഠിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം പറയാതെ നിവൃത്തിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ, ഇത് പറഞ്ഞ വിശുദ്ധ ഖുർആൻ തന്നെ അതാ വേറെ ചില യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതെന്താണ്? ചില ആളുകൾ ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷക്കാനാണ് എന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷകനാണ് എന്ന ആമുഖം പറഞ്ഞിട്ട് വഞ്ചിക്കും ചില ആളുകൾ അങ്ങനെയുണ്ട്. അവരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അമ്പിയാക്കന്മാര് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണം മാത്രം ആശിക്കുന്നയാളാണ് എന്ന് മഹാന്മാരായ അമ്പിയാക്കൾ ഒരു ഭാഗത്ത് നിന്ന് പറയുമ്പോ ആ അമ്പിയാക്കളുടെ സത്യത്തിന്റെ പാതയിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കാൻ, പിഴപ്പിക്കാൻ നിയുക്തരാക്കപ്പെട്ട ചില ആളുകളുമുണ്ട്. അതിന് കച്ചകെട്ടി ഇറങ്ങിയ നേതാക്കളുണ്ട്, അവരുടെ നേതാക്കളുണ്ട്, പാർട്ടികളുണ്ട്. അത്തരത്തിലുള്ള ആ രൂപത്തിലുള്ള കക്ഷികളും ജനങ്ങളോട് അവരുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരും പറയുക എന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് ഗുണമേ ആശിക്കുന്നുള്ളൂ, നിങ്ങളുടെ രക്ഷക്കാ ഞങ്ങളും പറയുന്നത്. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ പറയൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. നിങ്ങൾ നോക്കൂ, മഹാനായ നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു അൻഹാ സ്വർഗലോകത്തിങ്ങനെ സുഖമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അള്ളാഹു അവരോട് രണ്ടാളോടും പറഞ്ഞല്ലോ, വലാ തഖറബാ ഹാദിഹി ഷജറ, അക്കാണുന്ന വൃക്ഷത്തിലേക്ക് സമീപിച്ചു പോകരുത്. അങ്ങനെ സമീപിച്ചാൽ ഫതകൂനാ മിനൽ-ളാലിമീൻ, നിങ്ങൾ അക്രമികാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് വിലക്കേർപ്പെടുത്തിയപ്പോഴതാ ഇബ്ലീസ് സമീപിക്കുന്നു.
നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനത സൂറത്തുൽ അറാഫിൽ തന്നെ അതേ കാര്യം നമ്മളോട് 21-ാമത്തെ ആയത്തിൽ പറയുകയാണ്. ഇബ്ലീസ് അതാ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും സമീപിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി വന്നവനാണ്. നിങ്ങൾക്കിങ്ങനെ സുഖമായിട്ട് ഇവിടെ കഴിയണോ? നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടണോ? നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അധികാരം വേണോ? നിങ്ങൾക്ക് ശാശ്വതമായി ഇവിടെ തന്നെ ജീവിക്കണോ? ഹല്ലദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ അതിനെ സംബന്ധിച്ച് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മോഹിപ്പിച്ചു, ഉമ്മയെയും ഉപ്പയെയും പ്രലോഭിപ്പിച്ചു. അങ്ങനെ പ്രലോഭിപ്പിച്ചപ്പോ അത് ഉമ്മയും ഉപ്പയും വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ഗുണകാംക്ഷിയുടെ കുപ്പായം ധരിക്കണ്ടേ? ഗുണകാംക്ഷ നിർഭരനായ ഒരു മനുഷ്യന്റെ റോളിൽ വരണ്ടേ? അത് ഇബ്ലീസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മക്കും നൽകിയപ്പോ കൂട്ടത്തിൽ ഇബ്ലീസ് ഒരു കാര്യം പറയാൻ മറന്നില്ല. വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. അവരോട് രണ്ടാളോടും ഇബ്ലീസ് സത്യം ചെയ്തു പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പടച്ച റബ്ബിന് എതിരാളിയായ ഇബ്ലീസ് വല്ലാഹി വല്ലാഹി പറഞ്ഞിട്ട് സത്യമിട്ടു. ഇബ്ലീസ് വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും പറയാണ്, ഇന്നി ലകുമാ, നിശ്ചയമായും ഞാൻ നിങ്ങളോട് രണ്ടാളോടും, ലന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഗുണകാംക്ഷികരിൽപ്പെട്ടവൻ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ഗുണത്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ കഷ്ടപ്പെടരുത്. നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ കഷ്ടപ്പെടരുത്. അതിനുവേണ്ടി നിങ്ങളോട് ഗുണമാശിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നാണ് ഇബ്ലീസ് ഗുണകാംക്ഷിയുടെ റോളിൽ വന്നുകൊണ്ട് പറയുന്നു. ഇങ്ങനെ ലോകത്ത് ഉണ്ടെന്ന് നമ്മൾ അറിയണം. വഞ്ചന മനസ്സിൽ വെച്ചുകൊണ്ടും നസീഹത്തുകാർ വരാറുണ്ട്. വഞ്ചിക്കണം, അപകടപ്പെടുത്തണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്നും പറയുന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 12 മക്കളിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബാപ്പക്കുണ്ടായ പ്രത്യേകമായ സ്നേഹം സഹിക്കവയ്യാതായപ്പോ മറ്റുള്ള മക്കൾ, മറ്റു 10 മക്കൾ വന്നുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ വന്നില്ലേ? വന്നിട്ട് എന്താ പറഞ്ഞത്? അവർക്ക് യൂസുഫിനെ അപകടപ്പെടുത്തണം, യൂസുഫിനെ അപകടപ്പെടുത്തണം, യൂസുഫിനെ ചതിക്കണം എന്ന ആ തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാചകം കേട്ടോളൂ. സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറയാണ്, ഖാലൂ യാ അബാനാ മാ ലക ലാ തഅമന്നാ അലാ യൂസുഫ വ ഇന്നാ ലഹു ലനാസിഹൂൻ. എന്താണ് ഉപ്പാ, നിങ്ങൾക്കെന്താ ഉപ്പാ സംഭവിച്ചത്? യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾക്കെന്താ ഞങ്ങളെ ഒരു പേടി? നിങ്ങളെന്താ യൂസുഫിനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കാത്തത്? യൂസുഫിനോട് ഞങ്ങൾ വളരെ ഗുണകാംക്ഷയുള്ളവർ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ യൂസുഫ് അലൈഹിസ്സലാമിനെ ചതിക്കണം എന്ന പ്ലാനുമായി വന്നവരാണ് പറയുന്നത്, ഞങ്ങൾ യൂസുഫിനോട് ഗുണകാംക്ഷയുള്ളവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തതാ ഇബ്ലീസ് തുടക്കം കുറിച്ച ഒരു പരിപാടി ഉണ്ട്. അതെന്താണ്? മഹാന്മാരായ അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ള സത്യത്തിൻ്റെ പാതയിലേക്ക് ജനങ്ങളെ, സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് ജനങ്ങളെ, വിശ്വാസികൾ ഒരു ഭാഗത്ത് ക്ഷണിക്കുമ്പോൾ ഗുണകാംക്ഷിയുടെ കുപ്പായം അണിഞ്ഞിട്ട് ഗുണകാംക്ഷിയുടെ റോളിൽ തന്നെ ഇബ്ലീസും അവന്റെ അനുയായികളും അതാ ശിർക്കിലേക്ക് നയിക്കുന്നു, ബിദ്അത്തിലേക്ക് നയിക്കുന്നു, സാംസ്കാരിക ജീർണതകളിലേക്ക് നയിക്കുന്നു, അശ്ലീലതകളിലേക്ക് നയിക്കുന്നു. ഏത് തെറ്റിലേക്ക് ഇബ്ലീസ് ക്ഷണിക്കുമ്പോഴും അവൻ അതിൻ്റെ മുന്നിൽ ഒരു പ്രലോഭനം വെക്കാറുണ്ട്. മദ്യപിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്താ കാരണം? അത് ആത്മീയമായ ഒരു ഉണർവ് നൽകും. റൂഹ് നമുക്കൊരു പ്രത്യേകമായ ചൈതന്യം നൽകും, ഒരു പ്രത്യേകമായ ഉന്മേഷം നൽകും. വ്യഭിചരിച്ചോളൂ, അത് ജീവിതത്തിൽ ഒരു സുഖം നൽകും. ഇങ്ങനെ ഓരോന്നോരോന്ന് ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിലേക്കും. പലിശ വാങ്ങിക്കോളൂ, അതൊന്നുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് ഇബ്ലീസ് ഉത്ബോധിപ്പിക്കുന്നു. അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്നു, മ്യൂസിക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, സിനിമകളെ
പ്രോത്സാഹിപ്പിക്കുന്നു, സീരിയലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ നിലക്കുള്ള ഓരോ കാര്യങ്ങൾക്കും സമൂഹത്തിന്റെ മുമ്പിൽ വലിയ വലിയ രൂപത്തിലുള്ള പ്രചരണം അവൻ കൊഴുപ്പോടുകൂടെ നൽകുന്നു. അപ്പോഴൊക്കെയും അതിനെ ആരെങ്കിലും അതിനെ എതിർക്കാൻ വന്നാൽ ആ എതിർക്കാൻ വരുന്ന ആളുകളുടെ മുമ്പിൽ നോക്കിയിട്ട് ഇബ്ലീസും അവൻ്റെ അനുയായികളും പറയും, ഇത് ഞങ്ങൾ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്ത് സുഖം വേണോ, സമാധാനം വേണോ, ഇത്തിരി ആനന്ദം വേണോ, ഇത്തിരി ആശ്വാസം വേണോ, ഇതൊക്കെ ഇല്ലെങ്കിൽ നടക്കില്ല എന്ന ഗുണകാംക്ഷിയുടെ റോളിലാണ് പലപ്പോഴും അസത്യത്തിൻ്റെ പ്രചാരകന്മാരും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് വിഭാഗം ആളുകളിൽ നിന്നും അവകാശവാദങ്ങൾ വരും. ഒരു വിഭാഗം പറയും, ഞങ്ങളാണ് നിങ്ങളുടെ ഗുണകാംക്ഷികൾ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ടോളൂ. മറുഭാഗത്ത് നിന്നും പറയും, അല്ല, ഞങ്ങളാണ് നിങ്ങളുടെ ഗുണകാംക്ഷികൾ, നിങ്ങളോട് നസീഹത്തുള്ളവർ ഞങ്ങളാണ്, നിങ്ങളുടെ നന്മക്കാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ടോളൂ. പരസ്പര വൈരുദ്ധ്യമുള്ള ആശയങ്ങൾ രണ്ടു കൂട്ടരും ഗുണകാംക്ഷയോടെ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ കുടുങ്ങുമെന്നുറപ്പല്ലേ? സാധാരണ ജനങ്ങൾ അങ്കലാപ്പിലാകുമെന്നുറപ്പല്ലേ? സാധാരണ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുമെന്നത് ഏറ്റവും വലിയ ഒരു സത്യമല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ തിരിച്ചറിയും? ഗുണകാംക്ഷിയുടെ റോളിൽ തന്നെ എല്ലാവരും വരുമ്പോൾ ഇതിലാരാണ് നേരിൻ്റെ ഗുണകാംക്ഷി, ഇതിലാരാണ് അസത്യത്തിൻ്റെ രൂപത്തിലുള്ള ആ മാർഗത്തിലേക്ക് ഗുണകാംക്ഷിയുടെ കുപ്പായവുമിട്ട് വന്നവനെന്ന് എങ്ങനെ വേർതിരിച്ചറിയും മുസ്ലിമേ? അതിനാണ് ഇൽമു നേടുന്നത്. അതിനാണ് സഹോദരന്മാരെ മുസ്ലിം ഇൽമു നേടേണ്ടത്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതാ കിതാബുൽ ഇൽമിൽ ഒരു അധ്യായം കൊടുത്ത് കാണാം, അൽ ഇൽമു ഖബിലൽ ഖൗലി വൽ അമലി. ഒരു കാര്യം പറയുന്നതിൻ്റെ മുമ്പേ പറയുന്നതിനെ കുറിച്ച് അറിവ് വേണം. വല്ലമലി, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിൻ്റെ മുമ്പേ ആ പ്രവർത്തിക്കുന്നത് അള്ളാന്റെ അടുക്കൽ കബൂലാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അറിവ് വേണ്ടതുണ്ട്. അങ്ങനെ അറിവാണ് ഏറ്റവും വലിയ ആയുധം. ആ അറിവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് നസീഹത്തുള്ളവനാകാൻ കഴിയുകയുള്ളൂ. എനിക്കെൻ്റെ സഹോദരനോട് ഉപദേശിക്കണമെങ്കിൽ, എനിക്കെൻ്റെ സഹോദരനോട് ഗുണകാംക്ഷയോടുകൂടി ഒരു കാര്യം പറയണമെങ്കിൽ ഞാനത് ആത്മാർത്ഥമായി ഗ്രഹിച്ചാലല്ലാതെ എനിക്ക് പറയാനൊക്കുമോ? എനിക്കൊരു കാര്യത്തെക്കുറിച്ച് സംശയമാണെങ്കിൽ പറയുന്ന എനിക്കത് ആത്മാർത്ഥമായി പറയാനൊക്കില്ല. അതുകൊണ്ട് ഞാനാവട്ടെ നിങ്ങളാവട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോടൊരു കാര്യം ഗുണകാംക്ഷയോടെ പറയാൻ സാധിക്കണമെങ്കിൽ, ധൈര്യം ലഭിക്കണമെങ്കിൽ, നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ദൃഢമായ അവബോധം വേണം, ഇൽമ് വേണം. ആ നിലക്ക് ഇൽമ് കിട്ടാനും ഏത് ഇൽമാണ് നമ്മൾ നേടേണ്ടത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. മതം ഗുണകാംക്ഷയാണ്, മതം നിഷ്കളങ്കത പുലർത്തലാണ്, നിഷ്കളങ്കമായി ഇടപെടലാണ് മതം എന്ന് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അത് ആവർത്തിക്കുന്നു. കേട്ടു നിൽക്കുകയാണ് സഹാബിമാർ. എന്താണ് ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? അദ്ദീനു അന്നസീഹ, മതമെന്നാൽ നിഷ്കളങ്ക സമീപനമാണ്, മതമെന്നാൽ ഗുണകാംക്ഷയാണ് എന്നിങ്ങനെ ഹബീബ് ആവർത്തിക്കുന്നതിൽ ഒരു പൊരുളുണ്ടാകുമല്ലോ. എന്താണ് അവിടുന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് സഹാബത്തിന് മനസ്സിലായില്ല. ഉടനടി അവർ തങ്ങളോട് ചോദിക്കുകയാണ്. സഹാബിമാര് പറയുന്നു, ഖുൽനാ, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞല്ലോ ദീനെന്ന് പറയുന്നത് നിഷ്കളങ്ക സമീപനം സ്വീകരിക്കലാണെന്ന്, നിഷ്കപട സമീപനം സ്വീകരിക്കലാണെന്ന്, കലർപ്പില്ലാത്ത ഒരു സമീപനം സ്വീകരിക്കലാണ് ദീനെന്നങ്ങ് പറഞ്ഞല്ലോ. ആരോടൊക്കെയാണ് ഞങ്ങൾ ഈ സമീപനം സ്വീകരിക്കേണ്ടത്? ആരോടൊക്കെയാണ് ഞങ്ങൾ ഈ രീതി വെച്ച് പുലർത്തേണ്ടത്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, ലില്ലാഹ് വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീൻ വഅമ്മതിഹിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു, ആരോടൊക്കെയാണ് നിങ്ങൾ നിഷ്കളങ്ക സമീപനം സ്വീകരിക്കേണ്ടത്? ലില്ലാഹി, അല്ലാഹുവിനോട്, വലി കിതാബിഹി, അവന്റെ ഗ്രന്ഥമായ ഖുർആനിനോട്,
വലിറസൂലിഹി, അള്ളാന്റെ റസൂലിനോടും, വലി അയിമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിലെ നേതാക്കന്മാരോടും, വആമ്മത്തിഹിം, അവരിലെ സാധാരണക്കാരോടും. നോക്കൂ നിങ്ങൾ, അള്ളാനോട്, ഖുർആനിനോട്, റസൂലുള്ളാനോട്, ഇമാമീങ്ങളോട്, ഉമറാക്കളോട്, ഉലമാക്കളോട്, സാധാരണ ജനങ്ങളോട്, ഇങ്ങനെ എല്ലാവരോടും ഏറ്റവും നിഷ്കളങ്കമായ ഒരു സമീപനമാണ് മുസ്ലിമേ നീ സ്വീകരിക്കേണ്ടത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്, അതാണ് ദീൻ എന്ന് പറയുന്നത്. അതില്ലാത്തവന് ദീനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നുവെങ്കിൽ കാര്യം വളരെ ഗൗരവമാണല്ലോ. എന്റെയും നിങ്ങളുടെയും പരലോകത്തിന്റെ കാര്യമാണല്ലോ. ഞാനും നിങ്ങളും പരലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നസീഹത്തുള്ളവരാകണമല്ലോ. എങ്കിൽ അള്ളാഹുവിനോട് എങ്ങനെയാണ് നസീഹത്ത്, റസൂലുള്ളാഹിനോട് എങ്ങനെയാണ് നസീഹത്ത്, ഖുർആനിനോട് എങ്ങനെയാണ് നസീഹത്ത്, ഇമാമീങ്ങളോട്, ഉമറാക്കളോട്, ഉലമാക്കളോട് എങ്ങനെയാണ് നസീഹത്ത്, സാധാരണ ജനങ്ങളോട് എങ്ങനെയാണ് നസീഹത്ത്? അതാണൊരു ചുരുങ്ങിയ വിവരണം നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും നിഷ്കളങ്കമായ സമീപനം ആദ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് ലില്ലാ, അല്ലാഹുവിനോട് തന്നെ. അതെങ്ങനെയാണ്? എങ്ങനെ അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയലാണ് അതിൻ്റെ ആദ്യപടി. പടച്ച റബ്ബിനെ അറിയലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെയും നിങ്ങളുടെയും പരലോകമോക്ഷത്തിന്റെ ആദ്യ നിദാനം എന്താണെന്ന് ചോദിച്ചാൽ മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, തന്റെ റബ്ബിനെ മനസ്സിലാക്കലാണ്. ആ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് ഒരു പോരായ്മയും ഉണ്ടായിക്കൂടാ. അള്ളാഹിനെ അറിയേണ്ടത് അള്ളാന്റെ നാമങ്ങളിൽ നിന്നാണ്. അള്ളാഹുവിന് ഒട്ടേറെ നാമങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന് ഒട്ടേറെ വിശിഷ്ടങ്ങളായ പേരുകളുണ്ടല്ലോ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. അള്ളാഹിന്റെ ഓരോ പേരുകളും അള്ളാഹുവിന്റെ കൃത്യമായ കഴിവുകളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹു ആരാണെന്ന് അവന്റെ ഗുണങ്ങളിലൂടെ, അവന്റെ വിശേഷണങ്ങളിലൂടെ, അവന്റെ നാമങ്ങളിലൂടെ മുസ്ലിം ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നിട്ടോ അള്ളാഹ് അവനെപ്പറ്റി എന്തൊക്കെയാണോ പഠിപ്പിച്ചു തന്നതെങ്കിൽ അതൊക്കെയും എന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളട്ടെ, ഉൾക്കൊള്ളാതിരിക്കട്ടെ. കലവറ കൂടാതെ ഞാനും നിങ്ങളും അങ്ങ് വിശ്വസിച്ചേക്കണം. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനോട് നസീഹത്തുള്ളവനല്ല, എനിക്ക് വിജയിക്കാനും ആവില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചു പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ചു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഴുവൻ അംഗീകരിച്ചോളണം. സർവ്വജനങ്ങളോടും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, അള്ളാഹു നമ്മുടെ റബ്ബദ നമ്മോടടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രിയിലും ഇറങ്ങുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു മുഅ്മിനിന്റെ ബാധ്യത എന്താണ്? സ്വഹാബത്ത് എങ്ങനെയാണ് വിശ്വസിച്ചത്? സ്വഹാബിമാരാരും നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തിട്ടില്ല, ഓ നബിയേ അല്ലാഹ് ഇറങ്ങുകയോ? കൈഫ യൻസിലു, അല്ലാഹ് എങ്ങനെ ഇറങ്ങാനാണ്? അല്ലാഹ് എങ്ങനെ ഇറങ്ങാനാണ്? അല്ലാഹ് എങ്ങനെ കയറാനാണ്? അല്ലാഹു എങ്ങനെ ഉപവിഷ്ടനാകാനാണ്? റഹ്മാനു അലൽ അർശി ഇസ്തവ, പരമകാരുണികൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതാദ്യമായി നബി തങ്ങളുടെ വായയിൽ നിന്ന് കേട്ടത് മഹാന്മാരായ സ്വഹാബത്തല്ലേ? സംശയമില്ലല്ലോ. ഞാനും നിങ്ങളുമല്ലല്ലോ. ആദ്യമായി അത് കേട്ടവർ സ്വഹാബിമാരല്ലേ? ആ സ്വഹാബത്ത് ഒരിക്കൽ പോലും നബി തങ്ങളോട് ചോദ്യം ചെയ്തില്ല, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഉപവിഷ്ടനാവൽ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇറങ്ങൽ, അള്ളാഹിൻ്റെ കൈ എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ കണ്ണെങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ഇരുത്തം എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ഇറക്കം എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ വിരലുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കൈഫിയത്ത് ചോദിച്ചിട്ടില്ല, അതിനെ സംബന്ധിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ആ ചോദ്യം വരെ തുടങ്ങിയത് പിൽക്കാലത്തുള്ള ചില പുത്തൻവാദികളാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ വെച്ച് മഹാനവറുകൾ ജനങ്ങളോട് ഉപദേശം കൊടുക്കുമ്പോൾ ഇതാ അള്ളാഹുവിനോടുള്ള നസീഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ എങ്ങനെ നമ്മൾ അറിയണമെന്ന് വിശദീകരിക്കുമ്പോൾ മഹാനവറുകൾ ആയത്തോതുകയാണ്, അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണികൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞപ്പോ
അതാ ആരും ഒരു ശബ്ദവും ഉയർത്താൻ ധൈര്യം കാണിക്കാത്ത, ഏറ്റവും സാഗൂതം ജനങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനവറുകളുടെ മജ്‌ലിസിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, കൈഫൽ ഇസ്തിവാ, എങ്ങനെയാണ് ആ ഇരിക്കൽ, എങ്ങനെയാണ് ആ ഉപവിഷ്ടനാകൽ? അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യുന്നു. ആ നേരത്ത് മഹാനവറുകൾ കൊടുത്ത മറുപടി എന്താണെന്നോ, അൽ ഇസ്തിവാഉ മഅലൂമുൻ വകൈഫിയതുഹു മജ്ഹൂലുൻ വൽ-ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്ആ. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാകൂലേ? പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ച് ഇസ്തവ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം നമുക്ക് അജ്ഞാതമാണ്. അജ്ഞാതമാണെന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് ഇസ്തവ എന്നതിനെ എതിർക്കാൻ പാടുണ്ടോ? ഇറങ്ങും എന്നതിനെ എതിർക്കാൻ പാടുണ്ടോ? ഇല്ല. വൽ-ഈമാനു ബിഹി വാജിബുൻ, അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു, അതിനെപ്പറ്റി എങ്ങനെയാണെന്ന് പരിഹസിക്കൽ. ഇന്നും ചില ആളുകൾ പരിഹസിക്കുന്നില്ലേ, അത് ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്. അത് പറഞ്ഞുകൊണ്ട് മഹാനവറുകളുടെ സദസ്യരോട് പറയുകയാണ്, ആ പുത്തൻവാദിയെ എന്റെ മജ്‌ലിസിൽ നിന്ന് പുറത്താക്കൂ ജനങ്ങളെ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതാ ആ മനുഷ്യനോട് പുറത്തു പോകാൻ പറയുന്നു. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ നേതാക്കന്മാര്, നമ്മുടെ നേതാക്കന്മാര് ഈ വിഷയത്തെ എത്ര ഗൗരവത്തോടെ കണ്ടു എന്നറിയാനാണ് ഞാൻ എൻ്റെ ശ്രോതാക്കളുടെ മുമ്പിൽ ഈ കാര്യം പറയുന്നത്. ഇന്നും സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ അതാ ചിലരൊക്കെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദിന്റെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹ്ക്ക് നമ്മെപ്പോലെ കൈയുണ്ട്, നമ്മെപ്പോലെ കണ്ണുണ്ട്, നമ്മെപ്പോലെ വയറുണ്ട്, നമ്മെപ്പോലെ കസേരയിൽ ഇരിക്കും, നമ്മെപ്പോലെ ഇറങ്ങും, നമ്മെപ്പോലെ കയറും, കുടവയറുള്ളവനാണ്, ആസനമുള്ളവനാണ്. ആ രൂപത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നു. തീർന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയം, അല്ലാഹു അതാ നമ്മോടടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രിയും ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാ പരിഹസിക്കുന്ന യുക്തിവാദി ചോദിക്കുകയായി, ഏത് രാത്രിയിലാണ് നിങ്ങളുടെ അള്ളാഹുടെ ഇറക്കം? അമേരിക്കൻ രാത്രിയിലാണോ? ഇന്ത്യൻ രാത്രിയിലാണോ? യൂറോപ്യൻ രാത്രിയിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അള്ളാഹ്ക്ക് ഇറങ്ങാനല്ലാതെ കയറാൻ നേരം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ഉപമിച്ചിട്ട്, ഒരു സൃഷ്ടിയോട് ഉപമിച്ചിട്ട്, അള്ളാഹിനെ പറ്റി അള്ള പഠിപ്പിച്ചത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ, റസൂലുള്ള പഠിപ്പിച്ചത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ, ഇമാമിങ്ങൾ പഠിപ്പിച്ചത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ പരിഹസിക്കുന്ന കക്ഷികളും ഉണ്ട്. കുടുങ്ങിപ്പോകാൻ പാടില്ല മുസ്ലിമേ. ഇത് നമ്മുടെ പരലോക മോക്ഷത്തിന്റെ വിഷയമാണ്. ഇത് വളരെ പ്രധാനമാണ്. അള്ളാഹിനോട് നസീഹത്ത് പുലർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അള്ള പരിചയപ്പെടുത്തിയതുപോലെ മനസ്സിലാക്കലാണ്. എൻ്റെ ബുദ്ധിക്കത് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ് തള്ളലല്ല, പരിഹസിക്കലല്ല എന്ന് വളരെ ഗൗരവത്തോടെ മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല, അവനെ മാത്രം ആരാധിക്കലാണ്, അവനോട് മാത്രം പ്രാർത്ഥിക്കലാണ്, അവൻ്റെ മേൽ മാത്രം തവക്കുലാക്കലാണ്. എനിക്കെന്ത് വന്നാലും എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ റബ്ബുണ്ടെന്ന തവക്കുൽ ബോധം നമുക്കുണ്ടെങ്കിൽ, കേട്ടില്ലേ നമ്മുടെ സഹോദരൻ ഹാമിദ് സൂചിപ്പിച്ചത് കേട്ടില്ലേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അതാ ഇസ്മായിൽ എന്ന കൈക്കുഞ്ഞിനെ ആരാരുമില്ലാത്ത ഊഷര ഭൂമിയിൽ അങ്ങ് ഒറ്റക്ക് വിട്ടേച്ചു പോകുമ്പോ ഹാജറ ബീവി ചോദിച്ചില്ലേ, എങ്ങോട്ടാ നിങ്ങൾ എന്നെയും കുട്ടിയെയും വിട്ടേച്ചു കൊണ്ടുപോകുന്നത്? തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി പിന്നെയും മുന്നോട്ട് നടന്നപ്പോ ഓടിച്ചെന്നുകൊണ്ട്, പ്രിയപ്പെട്ട ഉമ്മമാരെ, തവക്കുലിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഉമ്മമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ മഹദി ഓടിച്ചെന്നുകൊണ്ട് പിന്നെയും ചോദിച്ചില്ലേ, അല്ലാഹു അമറക ബിഹാദാ, ഞങ്ങളെ ഇവിടെ വിട്ടേച്ചു പോയിക്കൊള്ളാൻ അങ്ങയോട് അങ്ങയുടെ റബ്ബാണോ കൽപ്പിച്ചത്? ബലാ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഹാജറ ബീവി എന്താണ് പറഞ്ഞത്? എങ്കിൽ ഇദൻ ലാ യുളയ്യുനല്ലാഹ്, ആ അല്ലാഹ് ഞങ്ങളെ കൈവടിയൂല, ആ അല്ലാഹ് ഞങ്ങളെ കഷ്ടപ്പെടുത്തൂല. പൊയ്ക്കോ, സമാധാനത്തോടുകൂടെ പൊയ്ക്കോ, ബേജാറിന്റെ മനസ്സിലില്ല എന്ന് മൊഴിയാൻ മാത്രം തവക്കുലുള്ള ഒരു പെണ്ണ്, മൊഴിയാൻ മാത്രം ധീരത പ്രാപിച്ച ഒരു വനിത, മൊഴിയാൻ മാത്രം തവക്കുൽ ബോധമുള്ള ഒരു വനിത, അതായിരുന്നു ഹാജറ ബീവി. എന്തേ? അള്ളാഹിനോടുള്ള നസീഹത്ത് ശരിക്ക് പഠിച്ചവരാ, അള്ളാഹിനെ ശരിക്ക് മനസ്സിലാക്കിയവർക്കേ അതിന് കഴിയൂ.
കാരണം എൻ്റെ റബ്ബ് എന്നെ കൈവടിയൂല. എൻ്റെ റബ്ബാണ് എൻ്റെ ആത്താണി, എൻ്റെ റബ്ബാണ് എൻ്റെ രക്ഷകൻ. ഒരാളും എൻ്റെ രക്ഷകനായിട്ടില്ല. അള്ളയല്ലാതെ അള്ള തരാൻ വിചാരിച്ചത് ഒരാൾ വിചാരിച്ചാലും മുടക്കാനാവില്ല. അള്ള മുടക്കിയത് തരാനും ഒരു ശക്തിയെ കൊണ്ടുമാവില്ല. അതുകൊണ്ട് എനിക്ക് വിധിച്ചതൊക്കെ എനിക്കുണ്ടാകും. ഞാനതിൽ സമാധാനിക്കണമല്ലോ. ആ ഒരു ബോധവും അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ്. മാത്രമല്ല ജനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം നിഅമത്തുകളുണ്ടോ അതൊക്കെയും എൻ്റെ റബ്ബ് തന്നതാണ്. ആ ഒരു ബോധത്തോടെ റബ്ബിനോട് ശുക്ർ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നത് അള്ളാഹ്നോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്, അള്ളാഹ്നോടുള്ള നിഷ്കളങ്ക സമീപനത്തിന്റെ ഭാഗമാണ്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലി കിതാബിഹി, അല്ലാഹുവിന്റെ ഖുർആനിനോട് നിഷ്കളങ്ക സമീപനം വേണം. അതെങ്ങനെയാണ്? അല്ലാഹുവിന്റെ കിതാബ് മുഴുവനും സത്യമാണെന്ന വിശ്വാസം, അതിൽ പറയുന്നത് മുഴുവനും സർവകാലത്തിനും യോജിച്ചതാണെന്ന ബോധം, അത് സർവ മനുഷ്യർക്കും മാർഗദർശനത്തിനാണെന്ന വിശ്വാസം, അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കൽ, അതിൻ്റെ പാരായണം പഠിക്കൽ, അതിൻ്റെ അർത്ഥം പഠിക്കൽ, അതിൻ്റെ ആശയം പഠിക്കൽ. അതാ ഇപ്പോൾ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ആ ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ നല്ല രൂപത്തിലുള്ള മാർക്കുകൾ വാങ്ങിയ സഹോദരി സഹോദരന്മാർക്ക് അവാർഡ് നൽകപ്പെട്ടത് കണ്ടില്ലേ? നമ്മളതിന് സാക്ഷികളായില്ലേ? അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോടുള്ള ശരിയായ നിഷ്കളങ്കമായ സമീപനം അതിൻ്റെ കേവല പാരായണത്തിൽ ഒതുങ്ങുന്നില്ല. പഠിക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. അതിൽ പറയുന്ന കൽപ്പനകൾ എൻ്റെ ജീവിതത്തിൽ വേണം. അതിൽ വിരോധിച്ചിട്ടുള്ള വിരോധങ്ങളെ ഞാൻ ഒഴിവാക്കണം. ആ നിലക്ക് ഏറ്റവും വലിയ ഗുണകാംക്ഷയും ഏറ്റവും വലിയ നിഷ്കളങ്ക സമീപനവും ഖുർആനിനോട് വേണം. അതിൻ്റെയൊക്കെ പുറമേ ഖുർആനോടുള്ള കൂറ് പുലർത്തൽ, ഖുർആനിനോടുള്ള ഗുണകാംക്ഷ നിലനിർത്തൽ, ഖുർആനിനോടുള്ള നമ്മുടെ നിഷ്കളങ്ക സമീപനത്തിന്റെ ഭാഗമാണെന്ത്? ഈ ഖുർആനിൽ ആരെങ്കിലും കൈവെക്കാൻ മുതിർന്നാൽ അവനെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇരുത്തേണ്ടിടത്ത് ഇരുത്തേണ്ടത് മുസ്ലിമിന്റെ ബാധ്യത തന്നെ. അള്ളാന്റെ കിതാബ് തൊട്ട് കളിക്കാൻ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. ഈ ഗ്രന്ഥത്തിന്റെ അക്ഷരങ്ങൾക്ക് ഭേദം വരുത്താൻ ഒരാൾക്ക് സാധ്യമല്ല. പക്ഷേ ഇബ്ലീസ് അത് മനസ്സിലാക്കിയപ്പോ അവന് വിശ്രമം ഉണ്ടായില്ല. അവനൊരു കാര്യം തീരുമാനിച്ചു, ഈ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്കല്ലേ മാറ്റം വരുത്താൻ പറ്റാത്തതുള്ളൂ, അതുകൊണ്ടൊരടവൻ പ്രയോഗിക്കുന്നു. എന്താണ് അവൻ പ്രയോഗിച്ച അടവെന്തോ? വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ അക്ഷരത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ അക്ഷരങ്ങളുടെ ആശയങ്ങളെ തകിടം പറിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ നൽകുന്നു. പരിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ ആശയങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായ അർത്ഥങ്ങളും ആശയങ്ങളും നൽകുന്നു. അങ്ങനെ ഖുർആനിനെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളുടെ ശ്രമം. പരിശുദ്ധ ഖുർആനിലെ എമ്പാടും ആയത്തുകൾ അങ്ങനെ ഒരുപാട് ശത്രുക്കളുടെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതാ നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകനെ കുറ്റം പറയാൻ വേണ്ടി, അതുപോലെ തന്നെ ക്രൈസ്തവ ലോകത്തിന്റെ വിശ്വാസങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി, യഹൂദികൾ അവരുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നിസ്കാരം നിർബന്ധമില്ല, 3 നേരം മാത്രമേ വേണ്ടൂ, അതും തന്നെ വേണ്ട എന്ന് പറയുന്ന കക്ഷികൾക്കും, അതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകാർക്കും, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അള്ളാഹു അല്ലാത്തവരോടും നേർച്ച വഴിപാടുകൾ അവർക്കും അർപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ശിർക്കിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന കക്ഷികൾക്കും എല്ലാവർക്കും തെളിവ് ഖുർആൻ തന്നെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? കേരളത്തിൽ പോയി നോക്കിയാൽ മഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ബിഷാറ പ്രവർത്തിക്കുന്നുണ്ട്. ആ ബിഷാറ അച്ഛന്മാരുടെ ബിഷാറയാണ്. അവരുടെ ലഘുലേഖകളിലതാ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ നല്ല ചുവന്ന മഷിയിൽ അങ്ങനെ ആയത്തുകൾ അങ്ങനെ നമ്പറിട്ട് കൊടുക്കുന്നു. ആയത്ത് അറബി മൂലത്തോടുകൂടെ തന്നെ ചേർക്കുന്നു. എന്തിനാണ് പാതിരിയച്ഛൻ ആയത്ത് തെളിവ് കൊടുത്തത്? ദുർവ്യാഖ്യാനിക്കാനാണ്. അതുപോലെ തന്നെ എത്രയോ കക്ഷികളതാ അവർക്ക് വേണ്ട രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നു. അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം സമൂഹത്തിൽ കാണുമ്പോ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന നിലക്ക് ദുർവ്യാഖ്യാനിക്കുന്നവർ ദുർവ്യാഖ്യാനിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കയ്യും കെട്ടിയിരിക്കാൻ മുസ്ലിമേ
അള്ളാന്റെ കിതാബിനോട് നിനക്ക് ഗുണകാംക്ഷയുണ്ടോ? സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധ്യമല്ല. അള്ളാന്റെ കിതാബിനോട് ഗുണകാംക്ഷയുണ്ടെങ്കിൽ ദുർവ്യാഖ്യാനത്തിന്റെ ഓരോ പഴുതുകളെയും അടക്കേണ്ടതുണ്ട്. ദുർവ്യാഖ്യാന വീരന്മാരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് തൊലിയുരിച്ച് കാണിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, എത്ര കാലമായി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുസ്ലിം ലോകം ഓതാൻ തുടങ്ങിയിട്ട്. എല്ലാ ആളുകൾക്കും അതിൻ്റെ പരിഭാഷ അറിയാം. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇസ്ലാമിന്റെ കാതലായ മുദ്രാവാക്യത്തെ കൈവച്ചുകൊണ്ട് മാത്രം എന്ന അർത്ഥം അവിടെ ഇല്ല എന്ന് പറയാൻ ഒരു കൂട്ടർ ധാർഷ്ട്യം കാണിച്ചാലോ? ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ ആരാധിക്കുന്നു മാത്രം എന്നവിടെയില്ല. മാത്രം എന്നത് വിമർശകന്മാർ സങ്കല്പിച്ചുണ്ടാക്കിയ അർത്ഥമാണെന്ന് പറയാൻ എത്രമാത്രം ധൈര്യം വേണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ അള്ളാഹുവിന്റെ കിതാബിൽ തന്നെ കൈവക്കുന്നു. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ നബി തങ്ങളുടെ സദസ്സിൽ വന്നിരിക്കുന്ന ജൂതന്മാര്, നബി തങ്ങളുടെ സദസ്സിൽ വന്നിരിക്കുന്ന മുനാഫിഖീങ്ങള്, മുഅ്മിനീങ്ങളുടെ കൂടെ തന്നെ അതാ വന്ന് ചേർന്നിരിക്കും ചില കപടന്മാര്. നബി തങ്ങളുടെ മജ്ലിസിൽ അവർ കയറിയിരിപ്പാണ്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റായിനാ, എന്താണ് ആ പറയുന്ന പദത്തിന്റെ അർത്ഥമെന്തോ? നബി തങ്ങളോട് പറയുമ്പോ മുഅ്മിനീങ്ങൾ പറയാറുണ്ട്, നബിയേ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് സംസാരിക്കണേ, ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങൾ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങൊന്ന് ശ്രദ്ധിക്കണേ, ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ പഠിക്കാൻ വന്നിരിക്കുന്ന സഹാബിമാര് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് നബി തങ്ങളോട് വളരെ വിനയത്തോടുകൂടി റായിനാ, നബിയെ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണേ, ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണേ എന്ന് നബി തങ്ങളോട് വിനയത്തോടെ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ കിതാബിൽ കൈവെക്കുന്ന രൂപം മനസ്സിലാക്കണം. ആ ആയത്തിൽ അതാ എന്താണ് അവിടെ റായിന എന്ന് പറഞ്ഞപ്പോ അന്നത്തെ ജൂതന്മാർ ഒരു പരിപാടി ഒപ്പിച്ചു. അതെന്താ? അവരും നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മുഹമ്മദേ റായിന റായിന എന്നിങ്ങനെ പറയുന്ന കൊന്ന് വക്രീകരിച്ചുകൊണ്ട് അവര് റായിന എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം സ്വഹാബത്ത് റായിന എന്ന് പറയുന്ന ഉദ്ദേശമല്ല. റായിന എന്ന അറബി പദത്തിന് ദ്വയാർത്ഥമുണ്ട്, നല്ല അർത്ഥവും ഉദ്ദേശമുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങളെയും പരിഗണിക്കണേ നബിയെ. മറ്റൊരു ചീത്ത അർത്ഥം കൂടി റായിനക്ക് ഭാഷയിലുണ്ട്. അതെന്താണ്? ഹേ വിഡ്ഢി, പൊട്ടനായ മനുഷ്യ എന്നൊരർത്ഥം കൂടി റായിന എന്ന് പറഞ്ഞാലുണ്ട്. ആ അർത്ഥത്തിൽ മഹാനായ ഹബീബ് നബി തങ്ങളോട് ജൂതന്മാര് റായിന എന്ന് റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയും ആ വാചകം ഉപയോഗപ്പെടുത്തിയപ്പോ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വിശ്വാസികളോട് പറയുകയാണ്, ഓ വിശ്വാസികളെ, ലാ തഖൂലു റായിന, ഇനി മേലാൽ നിങ്ങൾ റസൂലുള്ളാഹിനോട് റായിന എന്ന് നിങ്ങൾ പറയരുത്. വലാകിൻ ഉൻളുർന, നിങ്ങൾ ഉൻളുർന എന്നേ പറയാവൂ. റായിന എന്ന് നിങ്ങൾ പറയില്ല. ലാ തഖൂലു റായിന വഖൂലു ഉൻളുർന, ഉൻളുർന എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉൻളുർന എന്ന് നബി തങ്ങളോട് സഹാബത്ത് ആവശ്യപ്പെട്ടാൽ അതിൽ രണ്ടർത്ഥമില്ല, അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ചീത്ത അർത്ഥമല്ല. എന്താണ്? ഞങ്ങളെയും ഒന്ന് നോക്കണം, ഞങ്ങളെയും ഒന്ന് പരിഗണിക്കും നബിയെ, ഞങ്ങൾക്കും ഒന്ന് മനസ്സിലാക്കാനുണ്ട്, ഒന്ന് വിശദീകരിച്ചു തരൂ നബിയെ എന്നൊക്കെയാണ് അതിൻ്റെ ആശയം. അതുകൊണ്ട് ചീത്തയായ അർത്ഥത്തിന് സാധ്യതയില്ലാത്ത ഉൻളുർന എന്ന പദമേ സഹാബിമാരെ നിങ്ങൾ നബി തങ്ങളുടെ സദസ്സിൽ വെച്ച് പറയാവൂ. ചീത്ത അർത്ഥത്തിന് കൂടി സാധ്യതയുള്ള റായിന എന്ന് നിങ്ങൾ പറയരുത് എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ അതാ ഖുർആൻ ഇറങ്ങിയിട്ട് 1400ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലിതാ ചില ചങ്ങാതിമാര് ഈ ആയത്തെടുത്തുകൊണ്ട് പറയുന്നു, അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയണം. എന്താ നബി തങ്ങളോട് പറയേണ്ടത്? റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം തേടണം, നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കണം. ഖുർആൻ പറയുന്നുണ്ട്, മൗലൈമാരെ, ഓ വിശ്വാസികളെ, നിങ്ങൾ റായിന എന്ന് പറയരുത്. വഖൂലു ഉൻളുർന, നബി തങ്ങളോട് യാ റസൂലല്ലാഹ് ഉൻളുർന യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ പറയണേ എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ പറയുന്ന പോലും എന്ത് നിങ്ങൾ മനസ്സിലായോ?
ഖുർആൻ പറയുന്ന പോലും ഇത് ഹബീബായ നബി തങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. റബീഉൽ അവ്വൽ മാസത്തിലല്ലേ നമ്മളുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന കക്ഷികൾ ആ ഹബീബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള ആളുകളെ തൊലിയിരിച്ച് കാണിക്കപ്പെടേണ്ടതില്ലേ? ആ ആയത്തെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചില കുട്ടികൾ പറഞ്ഞതെന്ത്? അതാ ഖുർആൻ തന്നെ കൽപ്പിക്കുന്നുണ്ട്. എന്തിന്? അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കണം, ഉൻദുർനാ, ഞങ്ങളെ നോക്കണേ നബിയേ. അങ്ങനെ അവരുടെ സ്വലാത്ത് മജ്ലിസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാനും റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും എന്ന പേരിൽ ആയിരങ്ങളെ തടിച്ചു കൂട്ടിയിട്ട് പാടത്തൊരുമിച്ച് കൂട്ടിയിട്ട് പുണ്യ റമദാനിൽ പോലും അവർ എന്താണ് ചെയ്യുന്നതെന്നോ? അവർ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അതാ അദിരിക്കിനി ഖുദ് ബിയദി, എൻ്റെ കൈ പിടിക്കണേ നബിയേ, എന്നെ സഹായിക്കണേ നബിയേ, എന്നെ രക്ഷിക്കണേ നബിയേ, അങ്ങൊന്ന് ഞങ്ങളുടെ മജ്ലിസ് കാണുന്നല്ലോ നബിയേ, അങ്ങയുടെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ നബിയേ എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ എന്ന പേരിൽ മദ്ഹുർ റസൂൽ വേദികളിൽ വെച്ച്, ഹുബ്ബുൻ നബി സദസ്സുകളിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആയത്തെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, വേദനയില്ലേ നമുക്ക്? വേദനിക്കേണ്ടവരല്ലേ നമ്മൾ? എന്റെയോ നിങ്ങളുടെയോ പറമ്പിന്റെ ആധാരം ഒരുത്തനെടുത്ത് തിരുത്തിയാൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ആശയം ആധാരത്തിൽ ഒരുത്തൻ തിരികെ കയറ്റിയാൽ, കോടതിയിൽ കയറിയിട്ട് എത്ര ലക്ഷം ചെലവഴിക്കാനും ഒരുക്കമല്ലേ ഞാനും നിങ്ങളും? ഈ ദുനിയാവിലെ ഒരിഞ്ച് ഭൂമി ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, അതാ ഹുദല്ലിന്നാസ്, സർവലോകർക്കും സംരക്ഷണത്തിന് മാർഗദർശനത്തിന് വേണ്ടി അല്ലാഹ് അവതരിപ്പിച്ചിട്ടുള്ള മുഖ്യാധാരമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവെക്കുന്നവനെതിരെ ഒരക്ഷരം ഉരിയാടാതെ എനിക്ക് സമൂഹത്തോട് ഗുണകാംക്ഷയാണുള്ളത്, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിരിക്കാൻ മുസ്ലിമേ, അള്ളാന്റെ കിതാബിനോട് കൂറുണ്ടെങ്കിൽ, അള്ളാന്റെ ഗ്രന്ഥത്തോട് നിഷ്കളങ്ക സമീപനമുണ്ടെങ്കിൽ, നസീഹത്തുണ്ടെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ സാധ്യമാണോ? 1000 വട്ടം ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തോട് നിഷ്കളങ്ക സമീപനം. ഇനി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? വലി റസൂലിഹി, അള്ളാന്റെ റസൂലിനോട് നിഷ്കളങ്ക സമീപനം വേണം. അതെങ്ങനെയാ? നബിതങ്ങളോട് കൂറ് പുലർത്തൽ, നബിതങ്ങളോട് ഗുണകാംക്ഷയുണ്ടാകൽ. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ലോകത്ത് സമ്പൂർണനായ മനുഷ്യനെന്ന് നമ്മൾ അംഗീകരിക്കണം. അവിടുത്തെ മദ്ഹുകൾ നമ്മൾ പറയുന്നു, അവിടുത്തെ നമ്മൾ പ്രശംസിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുച്ഛിക്കുന്നവരാണ് മുജാഹിദുകൾ, വിമർശിക്കുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ടല്ലേ അവർ ആഘോഷിക്കാത്തത് എന്നൊക്കെ ചില ആളുകൾ പറയാറില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇസ്ലാമിന്റെ പരിധിയിൽ ഒതുങ്ങിക്കൊണ്ട് ഏതറ്റം വരെയും നമുക്ക് മദ്ഹ് ചെയ്യാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാ മദ്ഹ് ചെയ്തിട്ടുള്ള കവികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പറഞ്ഞില്ലേ, വാജ്മലു മിൻക ലം തറഖത്തു ഐനി വഅക്റമു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഹസ്സാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്നു. റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച്, നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് അവിടുത്തെ പ്രശംസിച്ചതാണ്. എന്താ പറയുന്നത്? അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരു മനുഷ്യനെയും എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല നബിയേ, അങ്ങേക്കാൾ സുന്ദരനായ ഒരു മനുഷ്യരെ ഈ കണ്ണ് കണ്ടിട്ടില്ല, അങ്ങേക്കാൾ ഉദാരനായ ഒരു മനുഷ്യനെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ, അങ്ങ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്കാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്,
അങ്ങ് ഉദ്ദേശിച്ചതുപോലെ സൃഷ്ടിക്കപ്പെട്ട പോലെയുണ്ടല്ലോ, എല്ലാം തികഞ്ഞ വ്യക്തിത്വമാണല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതല്ലേ, അവിടുന്ന് വിലക്കിയിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുമ്പോ ഇസ്ലാം നിശ്ചയിച്ച പരിധിക്കപ്പുറം പോകരുത്, അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തരുത്. ലാ തർഫഊനി, നിങ്ങൾ എന്നെ ഉയർത്തരുത്. ഫൗഖ മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്, ആ സ്ഥാനത്തിനപ്പുറം നിങ്ങൾ എന്നെ ഉയർത്തി പോകരുതെന്ന് നബി തങ്ങൾ പറയുന്നു. ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. കമാ തറത്തിൻ നസാറ, നസറാനികൾ ഈസ ഇബ്നു മറിയമിനെ പ്രശംസിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്യണം. ഞാൻ ഈ സാന്ദർഭികമായിട്ട് ഈ കാര്യം പറയുന്നത്, വലിയ തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ സമൂഹം. ഹബീബായ നബി തങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, ഹബീബായ നബി തങ്ങളെ പ്രശംസിക്കാത്തവരാണ്, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ്, ഹബീബിനെ പരിഹസിക്കുന്നവരാണ്, ഹബീബിനെ കേവലം ഒരു സാധാരണക്കാരനാക്കുന്നവരാണ്, ഹബീബായ നബി തങ്ങൾ ദിനേന നൂറുകണക്കിന് തെറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെയാണ് മുജാഹിദിന്റെ വിശ്വാസമെന്നും, അതുകൊണ്ട് അവരുടെ പ്രസംഗം കേട്ടുപോകരുത്, അവരുടെ പള്ളികളിൽ പോകരുത്, അവരുടെ മാസിക വാരികകൾ വായിക്കരുത് എന്നൊക്കെ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമുക്ക് നമ്മുടെ ബാധ്യതയില്ലേ? ഹബീബായ നബി തങ്ങളോട് നിഷ്കളങ്ക സമീപനം സ്വീകരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് എന്താണെന്ന് പറയേണ്ട ബാധ്യത അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. അവിടുത്തോടുള്ള സ്നേഹമല്ലേ എല്ലാത്തിനേക്കാളും മുന്തി നിൽക്കേണ്ടത്. അല്ലാഹുവിനോടുള്ള സ്നേഹം കഴിച്ചാൽ ഏറ്റവും വലിയ സ്നേഹം നമുക്ക് വേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ. അതിനൊരാൾ തയ്യാറില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാതൃക ഹബീബാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അവിടുന്ന് പഠിപ്പിച്ചയിടത്ത് ഞാൻ നിൽക്കും, അവിടുന്ന് വിരോധിച്ചയിടത്ത് എന്നെ കാണുകയില്ല. അവിടുത്തെ വിമർശിക്കുന്നവർക്ക് ഞാൻ മറുപടി പറയും. അവിടുത്തെ പേരിൽ അവിടുന്ന് പറഞ്ഞിട്ടില്ലാത്തത് പറയുന്ന കക്ഷികളില്ലേ? നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ ആയിരക്കണക്കിന് കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയവരില്ലേ? അതിനെതിരെ ശബ്ദിക്കൽ റസൂലുള്ളാഹിനോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. ഹദീസുകൾ മാത്രമാണോ അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതാ 10,000 വിളിച്ചു വരുത്തിയിട്ട് അവനവന്റെ മുടിയിട്ട വെള്ളം മുക്കിക്കൊടുത്തിട്ടതാ ലക്ഷങ്ങൾ പിടുങ്ങുന്ന പുരോഹിതന്മാര് ലോകത്തുണ്ടാകുമ്പോ ഹബീബിനോടുള്ള നമ്മുടെ ഗുണകാംക്ഷ നമുക്കുണ്ടെങ്കിൽ അതിനെതിരെ മുസ്ലിമേ ശബ്ദിക്കേണ്ടതില്ലേ? നബിതങ്ങളുടെ മുടിക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ വിയർപ്പിന് ബറക്കത്തുണ്ട്, അവിടുത്തെ വസ്ത്രത്തിന് ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരം മുഴുവൻ ബറക്കത്തുള്ളതാണ്. ആ ബറക്കത്ത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഈറ്റി വീഴുന്ന വെള്ളം സ്വഹാബത്തെടുത്ത് ശരീരത്തിൽ പുരട്ടാറുണ്ട്. അവിടുത്തെ മുടിയെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടുത്തെ വസ്ത്രം അവർ ബറക്കത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിഷേധിക്കുന്നവരാണ് മുജാഹിദുകളെന്ന് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ചിലരൊക്കെ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള പ്രത്യേകതകൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയെടുത്ത് സൂക്ഷിച്ച സഹാബിമാര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയോ, അലി റളിയല്ലാഹു അൻഹുവിന്റെയോ, അതല്ലെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ എന്നവരുടെയോ മുടിയെടുത്ത് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ വസ്ത്രം ബറക്കത്തിന് ഉപയോഗിച്ചിട്ടില്ല, അവരുടെ വിയർപ്പെടുത്ത് ബറക്കത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അത് നബിതങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ചിലരൊക്കെ ഏതാ നബിതങ്ങളുടെ മുടിയുടെയും വിയർപ്പിന്റെയും ബറക്കത്ത് പ്രസംഗിച്ചിട്ട് അവരവരുടെ നാട്ടിലുള്ള ചില ഔലിയാക്കൾ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവരുടെ വിയർപ്പ് ചെലവാക്കാൻ നോക്കുന്നു, മുടി വിതരണം നടത്താൻ നോക്കുന്നു. അത് മുസ്ലിമീങ്ങൾ സമ്മതിച്ചു കൊടുക്കേണ്ടതല്ല. അത് റസൂലുള്ളാഹിനോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. അത് റസൂലുള്ളാഹിനോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്.
വർഷങ്ങളായിട്ടും തങ്ങളുടെ ഓഫീസിൽ ഒരു മെഴുകിൽ ഇങ്ങനെ ഒരു രോമം ഇങ്ങനെ കുത്തി നിവർത്തി വെച്ചിട്ട് അതിങ്ങനെ എത്രയോ കാലമായി ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ടതാ ഒരു ദിവസം അതിങ്ങനെ സ്റ്റേജിൽ പ്രദർശിപ്പിച്ചിട്ട് ആയിരങ്ങൾ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ കണ്ടിട്ട് പെട്ടിയിൽ പണം വാങ്ങിയിട്ട് അതിട്ട വെള്ളം ലക്ഷക്കണക്കിന് രൂപക്ക് വിൽക്കുന്ന ഈ രൂപത്തിലുള്ള തട്ടിപ്പിന്റെ സംസ്കാരം അതാ നബിതങ്ങളോട് മഹബത്തുള്ള മനുഷ്യൻ അംഗീകരിക്കാനാവില്ല. റസൂലുള്ളാഹിയുടെ പേരിൽ ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയ ആളുകൾക്ക് ഇത് റസൂലുള്ളാഹിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ടൊരു രോമം കൊണ്ട് നടക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? ഇല്ല, ഒരു പ്രയാസവും അവർക്കില്ല. എന്നിട്ടോ ഒരു കൂട്ടർ പറയുന്നു ഇത് സനതുള്ള മുടിയാണ്. അപ്പൊ മറ്റേ കൂട്ടർ പറയുന്നു ഹേയ് നിങ്ങളുടേത് സനതുള്ള മുടിയല്ല, അത് നിങ്ങളുടെ നേതാവിന്റെ സ്വന്തം മുടിയാണ്. ഏത് നേതാവിന്റെ? കേരള നേതാവിന്റെ. ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം അവർക്കിടയിൽ തന്നെ തീരുമാനമാകുന്നില്ല. നിങ്ങൾ നോക്കൂ, എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം കൊണ്ടുള്ള കളിയാണിപ്പത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടുത്തോടുള്ള സ്നേഹം, റസൂലുള്ളാഹിനോട് നമുക്ക് ഗുണകാംക്ഷയുണ്ടോ? അന്നസീഹത്തു ലിറസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നിഷ്കളങ്കമായ സമീപനം എങ്ങനെയാണ്? അവിടുന്ന് പഠിപ്പിച്ചയിടത്ത് നമ്മൾ ഒതുങ്ങി നിൽക്കണം, അവിടുന്ന് പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ജീവിക്കണം. അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരത്തിന് വിരുദ്ധമായത് ഒരു സംവിധാനത്തിലും നമ്മൾ ചെയ്തുകൂടാ. അവിടുത്തെ ചര്യക്ക് എതിര് ചെയ്തുകൂടാ. അവിടുന്ന് മനസ്സിലാക്കിയ രൂപത്തിലല്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൂടാ. മാത്രമല്ല അവിടുത്തെ കുടുംബത്തോടും സ്നേഹം കാണിക്കേണ്ടതുണ്ട്, അഹ്ലു ബൈത്തിനോട് സ്നേഹം കാണിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ അഹ്ലു ബൈത്തിനോട് ഞങ്ങൾക്ക് നബി കുടുംബത്തോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വഹാബത്തിനെ ചീത്ത പറയാറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയാറുണ്ട്. അതും പാടില്ല. റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് മുഹാജിറുകളെ മുഴുവനും സ്നേഹിക്കണം, അൻസാറുകളെ മുഴുവനും സ്നേഹിക്കണം, സ്വഹാബത്തിനെ മുഴുവനും സ്നേഹിക്കണം. ഒരൊറ്റ സ്വഹാബിയെയും തള്ളിപ്പറഞ്ഞുകൂടാ, ഒരു സ്വഹാബിക്കെതിരെയും വിമർശനങ്ങൾ എഴുതിക്കൂടാ. മാത്രമല്ല പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ ഈ ദീനിന്റെ പരിധിയിലേക്ക് ആരെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ബിദ്അത്തുകളെ പ്രമാണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എതിർക്കേണ്ട ബാധ്യതയും നബിതങ്ങളോടുള്ള നസീഹത്തിന്റെ ഭാഗം തന്നെ. ഇതൊക്കെ സഹോദരങ്ങളെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. അള്ളാഹിൻ്റെ റസൂലിനോടുള്ള നമ്മുടെ നസീഹത്ത്, അവിടുത്തോടുള്ള നമ്മുടെ മഹബത്ത്, അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹം, അത് എല്ലാ രംഗത്തും നമ്മളിൽ ഇങ്ങനെ നിലനിൽക്കേണ്ടതാണ്. വിമർശകന്മാരെന്തും പറയട്ടെ, ഞങ്ങളുടെ നേതാവിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ലേ? ഹബീബിനോടുള്ള ഞങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾക്കല്ലേ അറിയുക? ആ നിലക്ക് പ്രിയപ്പെട്ടവരെ, അവിടുത്തോടുള്ള സ്നേഹം മാതാപിതാക്കളോടുള്ളതിനേക്കാൾ, മക്കളോടുള്ളതിനേക്കാൾ, മറ്റുള്ള എല്ലാവരെക്കാളും നമുക്ക് വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുസ്ലിമീങ്ങൾക്ക് ആത്മീയ നേതാവ് ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു നേതാവും മുസ്ലിമീങ്ങൾക്കില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരെ ഏത് പാർട്ടിക്കാരൻ എന്തുകൊണ്ട് വന്നാലും മുസ്ലിം അത് തള്ളിക്കളയുന്നു. കാരണം മുസ്ലിമിന് ഗുണകാംക്ഷ, മുസ്ലിമിന് നിഷ്കളങ്ക സമീപനം അള്ളാന്റെ റസൂലിനോടാണ്, അവിടുത്തോടാണ്, അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോടാണ്. അതിനെതിരെയുള്ളവയോട് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. അതന്നസീഹത്തു ലിറസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിനോട് നിഷ്കളങ്ക സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ്. നാലാമതായി അല്ലാഹു തആലയുടെ റസൂൽ പറയുന്നു, വലിയ ഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ നേതാക്കളോടും നിങ്ങൾ നിഷ്കളങ്ക സമീപനം വേണം. ആരാണ് ഇവിടെ മുസ്ലിം നേതാക്കൾ? അവരിൽ ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, ഭരണാധികാരികളുണ്ട്. ഒരു രാജ്യത്തുള്ള ഭരണകൂടത്തിനെതിരെ ശക്തമായ സമരത്തിന് ആഹ്വാനം ചെയ്യൽ സുന്നത്ത് ജമാഅത്തിന്റെ രീതിയല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഭരണകൂടത്തിനെതിരെ ശക്തമായ നിലക്കുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഖവാരിജുകൾ എന്ന് പറയുന്ന പിന്തിരിപ്പൻ ശക്തിയാണ് ഉമറാക്കൾക്കെതിരെ ആയുധമെടുത്തത്. അങ്ങനെയാണ് അവർ പലരെയും കാഫിറുകളാക്കിയത്. ഭരണകൂടം പറയുമ്പോൾ ആ നിലക്കുള്ള ഭരണാധികാരികൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഭരണാധികാരികൾ നമ്മോട് എന്താണോ കൽപ്പിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിന് എതിരല്ലാത്തിടത്തോളം അവരെ അനുസരിക്കൽ നിർബന്ധമാണ്. അള്ളാഹ്ക്കെതിരെ ആര് പറഞ്ഞാലും അനുസരിക്കേണ്ടതില്ല. ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഭരണാധികാരിയിൽ തെറ്റ് കണ്ടാൽ എന്താണ് വേണ്ടത്? മിമ്പറിൽ നിന്ന് വിളിച്ചു പറയണോ? മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തണോ? ചുവരെഴുത്ത് നടത്തണോ?
പോസ്റ്റർ ഇറക്കണോ, നോട്ടീസ് ഇറക്കിയിട്ട് ആ രാജ്യത്തെ ഭരണാധികാരിയെ പഴിക്കണോ, ചീത്ത പറയണോ? പാടില്ല. സൗമ്യമായി കൊണ്ട്, സ്വകാര്യമായി കൊണ്ടാണ് ഭരണാധികാരികൾക്കിടയിലുള്ള തെറ്റുകളെ അവരോട് സൗമ്യമായിട്ടാണ് ഉണർത്തേണ്ടത്. മാത്രമല്ല, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ ചര്യ. ഭരണാധികാരികളെ ലഅനത്ത് ചെയ്യൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ കക്ഷികളുടെ, ഭീകരവാദികളുടെ, തീവ്രവാദികളുടെ സമ്പ്രദായമാണ്. മുസ്ലിമിന്റെ സമ്പ്രദായം എന്താണ്? ഇമാമിങ്ങളോട്, ഉമറാക്കളോട്, ഉലമാക്കളോട് സ്വീകരിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്, അവർക്ക് നന്മ തോന്നാൻ പ്രാർത്ഥിക്കലാണ്, അവരുടെ ഭരണം നന്നാകാൻ പ്രാർത്ഥിക്കലാണ്, അവർക്ക് നല്ല കാര്യത്തിന് തൗഫീക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യൽ, ഇമാമിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തലാണ്. അതാണ് ഇസ്ലാമിൻ്റെ തത്വം. ഒക്കെ വളരെ വലിയ വിഷയങ്ങളാണ്, വളരെ വലിയ വിഷയങ്ങളാണ്. രാജ്യത്ത് ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ആളുകൾ നീങ്ങുന്നത് ഈ ഗുണകാംക്ഷാ മനസ്ഥിതി, ഈ നിഷ്കളങ്ക സമീപനം, ഇമാമിങ്ങളോട് എങ്ങനെയാണ്, ഭരണാധികാരികളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. ലോകത്ത് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അടയാളങ്ങളും ലക്ഷണങ്ങളും ഒക്കെ വന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് മുസ്ലിമേ, നമ്മുടെ ലക്ഷണത്തിൽ, ഈമാനികമായ ലക്ഷണത്തിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികളോട് കൂറുകാണിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ അവസാനിപ്പിക്കട്ടെ. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅമ്മത്തിഹിം, സമൂഹത്തിലെ എല്ലാ സാധാരണക്കാരോടും നിഷ്കളങ്ക സമീപനമാണ് നമുക്ക് വേണ്ടത്. സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും നന്മ വരണമെന്നാണ് മുസ്ലിമേ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് താൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാം ജീവിക്കുന്നത് പോലെ മറ്റുള്ളവരും ജീവിച്ചോട്ടെ, നമുക്ക് പുരോഗതി കിട്ടും പോലെ മറ്റുള്ളവർക്കും പുരോഗതി കിട്ടിക്കോട്ടെ, ഞാൻ വളരുന്നത് പോലെ മറ്റുള്ളവരും വളർന്നോട്ടെ, ഞാൻ ഉയരുന്നത് പോലെ മറ്റുള്ളവരും ഉയർന്നോട്ടെ. അസൂയ വേണ്ട, അഹങ്കാരം വേണ്ട, സ്വാർത്ഥത വേണ്ട. അല്ലാഹു ആർക്കൊക്കെ എന്തൊക്കെ നിഅമത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ഉള്ള മനസ്ഥിതി, ആ അസൂയ മാറ്റിവെക്കൽ, വിദ്വേഷം മാറ്റിവെക്കൽ സർവ്വജനങ്ങളോടും അതുണ്ടാകേണ്ടതുണ്ട്. അതാണ് ജനങ്ങളോടുള്ള ഗുണകാംക്ഷ. മാത്രമല്ല, നിന്റെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിദ്അത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അശ്ലീലതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അവൻ പോകുന്നവരവരുടെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കൽ കാരുണ്യമല്ല. അതുപോലെ എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത്? എൻ്റെ സഹോദരൻ നരകത്തിയിൽ പോയി ചാടരുത്, എൻ്റെ സഹോദരൻ അറിവില്ലാതെ ഇതാ നരകത്തിയിലേക്ക് നടന്നെടുക്കുകയാണ്. അരുത് സഹോദരാ, പാടില്ല. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന വിശ്വാസം ശിർക്കാണ്, അത് ചെയ്താൽ നരകമേ കിട്ടുകയുള്ളൂ. നിങ്ങളിപ്പോൾ ആചരിക്കുന്ന ആചാരം ബിദ്അത്താണ്, അത് ചെയ്താൽ നരകത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, ഇസ്ലാമിന്റെ ശുദ്ധമായ ശാദ്വല തീരത്തേക്ക് വരൂ എന്ന് സമാധാനത്തോടുകൂടി, ചിലപ്പോൾ ഗൗരവത്തോടുകൂടെ പറയേണ്ടി വരും. ഉപ്പമാരി കുട്ടികളെ ഉപദേശിക്കാറില്ലേ? കുട്ടികളോട് വിദ്വേഷം കൊണ്ടാണോ, കുട്ടികളോട് വെറുപ്പുണ്ടായിട്ടാണോ? എൻ്റെ മോൻ നന്നാകണം എന്ന നസീഹത്താണ്. ഒരു ബാപ്പക്ക് കുട്ടികളെ ചിലപ്പോൾ തല്ലേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ ഗൗരവത്തോടെ പറയേണ്ടി വരും, ചിലപ്പോൾ തർക്കിക്കേണ്ടി വരും, ചിലപ്പോൾ കുട്ടികളോട് ശക്തമായി സംസാരിക്കേണ്ടി വരും. അപ്പോഴൊക്കെയും ഒരു ഉപ്പയുടെ മനസ്സെന്താണ്? എൻ്റെ മോൻ തകരണമെന്നാണോ? എൻ്റെ മോൻ നശിക്കണമെന്നാണോ? എൻ്റെ മകൾ തകരണമെന്നാണോ? ഒരിക്കലുമല്ല. എൻ്റെ കുട്ടികൾ നന്നാവട്ടെ, അവർ മാതൃകായോഗ്യരാവട്ടെ, അവർ നല്ലവരാകട്ടെ, അവർ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകരുത്. ആ ഒരു നസീഹത്തല്ലേ? അതേ നസീഹത്ത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ, വലിയ ആമ്മത്തിഹിം, സർവ്വജനങ്ങളോടും നമുക്ക് വേണ്ടത്. അവരിൽ ശിർക്ക് കാണുമ്പോ ഐക്യം തകരും എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നുകൂടാ. ബിദ്അത്ത് കാണുമ്പോ ഐക്യം തകരും എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നുകൂടാ. ആളുകൾ വിമർശിച്ചേക്കും, ഇവർക്ക് പണി ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ്, ഒന്നിച്ചു നിൽക്കുന്ന മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്, സമൂഹത്തെ തമ്മിലടിപ്പിക്കലാണ്, ചീത്ത പറയലാണ്, പരിഹസിക്കലാണ് എന്നൊക്കെ ആളുകൾ പ്രബോധകന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോ മാളത്തിലൊളിക്കരുത് പ്രബോധകന്മാരെ. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ നയത്തോടെ പ്രസംഗിച്ച ഒരു നേതാവുണ്ടോ? അള്ളാന്റെ റസൂലിനേക്കാൾ വിനയത്തോടെ പ്രസംഗിച്ച ഒരു നേതാവുണ്ടോ?
ആ റസൂലിനേക്കാൾ മാതൃകായോഗ്യമായ നിലയ്ക്ക് ദഅവത്ത് നടത്തിയ ഒരു നേതാവുണ്ടോ? എന്നിട്ടും ആ നേതാവിന്റെ ആ മാന്യമായ മുഖത്ത് നോക്കിയിട്ട് ശത്രുക്കൾ പറഞ്ഞില്ലേ, അൻതല്ലദീ ഫറഖ്ത ജമാഅതനാ, നീ ഞങ്ങളുടെ ഐക്യം തകർത്തില്ലേ മുഹമ്മദേ, വസബ്ബബ്ത ആലിഹതനാ, നീ ഞങ്ങളുടെ ഇലാഹികളെ തെറി വിളിച്ചില്ലേ മുഹമ്മദേ. ഹബീബ് ഒരു ദൈവങ്ങളെയും തെറി വിളിച്ചിട്ടില്ല, ഒരാളെയും ഭിന്നിപ്പിച്ചിട്ടില്ല. മാലോകര മുഴുവനും ഐക്യത്തിന്റെ ചരടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ മുത്തുമാലയിലേക്ക് കോർത്തിണക്കാനാണ് ഹബീബ് നിയുക്തനായത് തന്നെ. അങ്ങനെ വിനയത്തോടെ പ്രസംഗിച്ച നേതാവിനോട്, ഐക്യത്തോടെ ജീവിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവിനോട്, നയത്തോടെ പ്രസംഗിച്ച നേതാവിനോട് പോലും ശത്രുക്കൾ പറഞ്ഞതെന്താണ്? നീ ഭിന്നിപ്പിക്കുന്നവനല്ലേ, നീ ചീത്ത പറയുന്നവനല്ലേ. അതുകൊണ്ട് അതേത് കാലത്തും ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ടിട്ട് ഇസ്ലാമിക പ്രബോധകന്മാര് അവരുടെ ദഅവത്ത് നിർത്തിക്കൂടാ. എൻ്റെ സമൂഹം നന്നാകണം എന്ന ബോധമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങൾ അവർ മനസ്സിലാക്കാത്തവരാണ്, പാവങ്ങളാണ്, അവരെ പലരും കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ഒരു ഡോക്ടർ രോഗികളോട് വർത്തിക്കുന്നത് പോലെ, ഉപ്പമാര് ഉമ്മമാര് കുട്ടികളോട് സതുപദേശം നടത്തുന്നത് പോലെ, ഗുണദോഷിക്കുന്നത് പോലെ ചിലപ്പോൾ കയർത്ത് സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ തർക്കിക്കേണ്ടി വരും. അതൊക്കെയും ഇസ്ലാം അനുവദിച്ചതാണ്. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഖുർആൻ ദാ പറയുന്നു, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിച്ചോളൂ, ഹിക്മത്തിലൂടെ ക്ഷണിച്ചോ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് പറയൽ, മൂടിവെക്കൽ എന്നല്ല, തെളിവ് പറയലെന്നാണ്. ചിലരൊക്കെ മനസ്സിലാക്കി ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ദഅവത്ത് നടത്തുമ്പോൾ സത്യം പറയാതെ ഇങ്ങനെ മിനുക്കി പറയലാ ഹിക്മത്ത് എന്നാ ചിലർ വിചാരിച്ചത്. ചില സംഘടനകളൊക്കെ അങ്ങനെ വിചാരിച്ചു പോയി. അതുകൊണ്ട് ഐക്യം തകരും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പല സത്യങ്ങളും പറയൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മുസ്ലിമേ, നീ അള്ളാഹുവിന്റെ ദീന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂടിവെക്കാൻ പാടില്ല. അത് മൂടിവെക്കുന്ന ആളുകൾ ഉണ്ടാകും. മൂടിവെക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപമാണ്, മലക്കുകളുടെ ശാപമാണ്. ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിക്കുന്നതാണ്. അവർക്ക് തൗബ കിട്ടണമെങ്കിൽ എന്ത് വേണം? അവർ ആ മൂടിവെച്ച സത്യം ജനങ്ങളോട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അവർ ജനങ്ങളോടതാ നസീഹത്ത് മനസ്ഥിതിയോടുകൂടി ഒരു സത്യവും മൂടിവെക്കാതെ കൃത്യമായി ജനങ്ങളോട് പറയുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വഅമ്മതിഹിം, അവരിലെ സാധാരണക്കാരോടും നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണം, നിഷ്കളങ്ക സമീപനം വേണം. അതിനാണ് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നത്, അതിനാണ് ചീത്ത കാര്യം കൊണ്ട് വിരോധിക്കുന്നത്. കപ്പൽ തുളയിടാൻ ആരെങ്കിലും ഒരുങ്ങിയാൽ ആ കപ്പലിന് തുളയിടുന്നവന്റെ കൈപിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും മുങ്ങും എന്ന ബോധമാണ് സമുദായമേ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടതെന്ന് അവസാനമായി ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ആ രൂപത്തിൽ ഇസ്ലാമികമായിട്ട് അല്ലാഹു അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഗുണകാംക്ഷ നിർഭരമായ മനസ്സ്, ഈ നിഷ്കളങ്കമായ മനസ്സ്, ഇതെല്ലാ മുസ്ലിമിനോടും വേണമെന്ന് നബി തങ്ങൾ ഞങ്ങളോട് കരാറ് വാങ്ങി. സഹാബിമാര് പറയുകയാണ്, അള്ളാന്റെ റസൂൽ ഞങ്ങളോട് 3 കാര്യം കൊണ്ട് കരാറ് വാങ്ങി, ബൈഅത്ത് വാങ്ങി. ഏതാ 3 കാര്യം? ഇഖാമത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തണം. വഈതാഇ സകാത്ത് കൃത്യമായി കൊടുക്കണം. വന്നുസുഹു ലികുല്ലി മുസ്ലിം, സർവ്വ മുസ്ലിമീങ്ങളോടും ഗുണകാംക്ഷ വേണം. എല്ലാവരും നന്നാകണം. നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്തായിരിക്കണം? തെറ്റിദ്ധരിച്ച പാവം ജനങ്ങളാണ്, നന്നായി തീരണേ. ആ ഒരു ഗുണകാംക്ഷ മനസ്ഥിതിയാണ് അമ്പിയാക്കളെ നയിച്ചതെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ. ആ ഒരു ബോധത്തോടെ പ്രവർത്തിച്ചാൽ എല്ലാം ഫലം കണ്ടുകൊള്ളണം
കാണണം എന്നൊന്നുമില്ല, പറയുന്നതൊക്കെ ജനം സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ അള്ളാന്റെ കോടതിയിൽ നമുക്ക് രക്ഷ കിട്ടും. അള്ളാഹു തആല ഏൽപ്പിച്ച ദൗത്യം അത് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അംഗീകരിക്കേണ്ടത്, ഹിദായത്ത് നൽകേണ്ടത് അള്ളയാണ്. അള്ളയാണ് അവർക്ക് അംഗീകരിപ്പിക്കേണ്ടത്, അവരുടെ മനസ്സ് മാറ്റേണ്ടത് റബ്ബാണ്. അത് നമ്മുടെ കൈകളിൽ പെട്ടതല്ല. ഫലമില്ലെന്ന് വിചാരിച്ചിട്ട് എത്രയായി ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്, ഇനി ഇതൊക്കെ നിർത്തിവെക്കാമെന്ന് ഒരൊറ്റ സഹോദരനും തോന്നിക്കൂടാ. അത് നമുക്കുള്ള ബാധ്യതയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുകയാണ്, നബിതങ്ങൾ പറഞ്ഞ വചനം അദ്ദീനു വന്നസീഹ, മതം ഗുണകാംക്ഷയാണ്, മതം നിഷ്കളങ്ക സമീപനം സ്വീകരിക്കലാണ്. ആരോടൊക്കെ? 5 വിഭാഗത്തെ പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന് മുഴുവൻ ഗുണകാംക്ഷാ നിർഭരമായ മനസ്സോടുകൂടെ നമ്മൾ പ്രവർത്തിച്ചാൽ, ഇഖ്ലാസ് നമ്മുടെ ഹൃദയത്തിൽ തിളങ്ങി നിന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സഹായമുണ്ടാകും. ആ ഒരു മാർഗത്തിലേക്ക്, ആ ഒരു പാതയിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരും അതിനു വേണ്ട ശ്രമങ്ങളിൽ ഊർജിതമായി ഏർപ്പെടണമെന്ന് വിനയത്തോടുകൂടി എന്നോടും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിൻ്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനും ആ പാതയെ യഥാർത്ഥമായ നിലക്ക് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനും ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും മഹാന്മാർ ഒരുമിച്ച് ചേരുന്ന സ്വർഗീയ പൂങ്കാവനത്തിൽ സന്തോഷത്തോടുകൂടി നാളെയോ നമുക്കും ഒരുമിച്ച് ചേരാനും സർവശക്തനായ റബ്ബ് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കടക്കണിയിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യവും അധികരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അശ്ലീലതകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും ഒരു തെറ്റിനോടും ഒരു മേഖലയിലും സഹകരിച്ചു കൊടുക്കാതെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖ് എല്ലാവിധത്തിലുള്ള സഹോദരങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.